സംസ്ഥാന സർക്കാരിന്റെ യോദ്ധാവ് പദ്ധതിയുടെ ഭാഗമായി മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന് അധ്യാപകരുടെ യോഗം ചേർന്നു. ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ CI ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. മയക്കുമരുന്ന് വിപണനം, ഉപയോഗം, വ്യാപനം എന്നിവ തടയുന്നതിന് മുൻകരുതൽ നടപടികളെക്കുറിച്ച് CI വിശദീകരിച്ചു. അപ്പോൾ MDMA നമ്പർ 1 ആയിട്ട് വരുന്നു, നമ്പർ 2 ആയിട്ട് LSD വരും. ഇതാണ് ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള കെമിക്കൽ ഫോംസ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ അല്ലേ, ക്ലിയർ അല്ലേ? LSD നമുക്ക് പരിചയപ്പെടുത്തി, MDMA പരിചയപ്പെടുത്തി. LSD ഒരു സ്റ്റാമ്പാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് കയ്യിൽ വയ്ക്കാൻ പറ്റില്ല നമുക്ക് കേട്ടോ, വളരെ റയറായിട്ട് അത് അപ്പം തന്നെ തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെയുള്ള ആ ഒരു കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ള തരത്തിലുള്ള ആവശ്യമില്ല. അപ്പോൾ ഇത് ഈ രണ്ട് രൂപത്തിലാണ് നമുക്ക് ഈ രണ്ട് ഡ്രഗ്സ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. ഈ LSD നമുക്ക് വളരെ കുറവാണ്. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഇന്നിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കൊച്ചി, അതേപോലെ കോഴിക്കോട്, ആ ഭാഗങ്ങളിലേക്കുള്ള പാർട്ടികളിലൊക്കെ എല്ലാം തന്നെ ഈ രീതിയിലുള്ള ഡ്രഗ്സ് നമുക്ക് അവൈലബിൾ ആണ്. കേസിൽ പിടിക്കുന്നത് മാസം തോറും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സ്കൂളുകളിലെ അധ്യാപകരുടെ യോഗം നടത്തണം. പാലക്കാട് നാർക്കോട്ടിക് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരമാണ് യോഗം ചേർന്നത്. UTV ന്യൂസ്, പാലക്കാട്.